ഹായ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എങ്ങനെയാണ് വീട്ടിൽ നല്ല എളുപ്പത്തിൽ 2 മിനിറ്റിൽ ബട്ടർ പേപ്പർ ഉണ്ടാക്കണേന്ന് കാണാം. അത് A4 ഷീറ്റ് കൊണ്ട്. എന്നിട്ട് ആ ബട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മളിവിടെ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല പഞ്ഞി പോലത്തെ ഒരു കേക്കിൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും വൈറ്റ് പേപ്പർ, അതായത് A5 A3 ഏത് വേണമെങ്കിലും സൈസിലുള്ള ഷീറ്റ് എടുക്കുക. ഇനി ഈ ഷീറ്റിലാണ് നമ്മൾ ബട്ടർ പേപ്പർ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു കേക്ക് ടിന്നാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പഴയ കേക്ക് ടിന്നാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കേക്ക് ടിന്നിൻ്റെ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ബട്ടർ പേപ്പർ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് A4 ഷീറ്റ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ കേക്ക് ടിന്ന് പ്ലേസ് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു പെന്ന് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആ ഒരു ചുറ്റളവ് നമുക്ക് എടുക്കാം കേട്ടോ. ഒരു പെന്ന് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ബേസിൻ്റെ ആ ഷേപ്പ് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നമുക്ക് ആ റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ അത്ര ഡാർക്കായിട്ടല്ല കേട്ടോ വരച്ചിരിക്കുന്നത്, ലൈറ്റായിട്ടാണ് വരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു കത്രിക ഉപയോഗിച്ചിട്ട് ആ റൗണ്ട് ഷേപ്പ് അനുസരിച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് എളുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ, നല്ല എളുപ്പമാണ്. അങ്ങനെ നമ്മൾ ഇപ്പോൾ റൗണ്ടായിട്ട് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ടിന്നിൻ്റെ സൈഡിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കാണിക്കുന്ന പോലെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ഒരു കത്രിക ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ കേക്ക് ടിന്നിൻ്റെ സൈഡിൽ വെക്കാനുള്ള ആ ഒരു പേപ്പർ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മൾ ഈ കാണിക്കുന്ന പോലെ തന്നെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി സൈഡിലായിട്ട്. അപ്പോൾ അതും റെഡിയായി. അതേപോലെ തന്നെ നമ്മുടെ ബേസിൽ വെക്കാനുള്ള റൗണ്ട് ഷേപ്പും റെഡിയായി. ഇവിടെ ഞാൻ ഒരു ന്യൂസ് പേപ്പർ വെച്ച് അതിന് മുകളിലായിട്ട് A4 ഷീറ്റ് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പേപ്പറും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിൽ അതിന് മുകളിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ കോക്കനട്ട് ഓയിൽ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. സ്മെല്ലില്ലാത്ത ഏതെങ്കിലും എണ്ണ ഉപയോഗിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഈ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത ഈ പേപ്പറിൻ്റെ 2 സൈഡിലായിട്ട് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ 2 സൈഡും നന്നായിട്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു കേക്ക് ടിൻ എടുക്കാം. ആ കേക്ക് ടിന്ന് മൊത്തം നമ്മൾ ഇതേപോലെ ഓയിൽ കൊണ്ടൊന്ന് ഗ്രീസ് ചെയ്യണേ. എന്നിട്ട് വേണം നമ്മൾ ഈ പേപ്പർ വെക്കാനായിട്ട്. ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള സൈഡിൽ വെക്കാനുള്ള പേപ്പറിലും എണ്ണ 2 സൈഡിൽ തൂകിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ കേക്ക് ടിന്ന് ഗ്രീസ് ചെയ്യാൻ മറക്കരുത്. അതിന് ശേഷം വേണം നമ്മൾ ഈ ഗ്രീസ് ചെയ്ത പേപ്പർ വെക്കാനായിട്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കുക. അപ്പോൾ മുട്ട ഫ്രിഡ്ജിൽ വെച്ചതായിരിക്കരുത്, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. തണുത്ത മുട്ടയൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ നമുക്ക് 3 മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അതേപോലെ തന്നെ 1/4 കപ്പോളം ഓയിൽ ചേർത്ത് കൊടുക്കുക. വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. മുട്ടയുടെ മണമൊന്നും അധികം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. ചെറുനാരങ്ങ നീര് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് വിനീഗർ ചേർത്ത് കൊടുത്താൽ മതി. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മളെല്ലാം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് അത് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇവിടെ 1 കപ്പ് ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗോതമ്പ് പൊടിയിൽ നിന്ന് ഞാൻ 2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ 2 ടേബിൾ സ്പൂണിൻ്റെ പകരമായിട്ട് നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. നമ്മളിപ്പോൾ മൈദയാണ് എടുക്കണമെങ്കിൽ അങ്ങനെ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 1 കപ്പ് മൈദ മാത്രം എടുത്താൽ മതി, കോൺഫ്ലവർ ചേർക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഗോതമ്പ് പൊടി
ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നല്ല സോഫ്റ്റ് കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുക്കുക, കട്ടിയൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അരിച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടി കുറേശ്ശെയായിട്ട് നമ്മുടെ മുട്ടയുടെ ആ മിക്സിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട, നമ്മൾ ജസ്റ്റ് ആ കട്ടില്ലാതെ നമ്മുടെ പൊടി നമ്മുടെ മുട്ടയിൽ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ മതി. അതേപോലെ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേശ്ശെയായിട്ട് വേണം നമ്മളിത് ചേർക്കാനായിട്ട്, ഒറ്റയടിക്കെല്ലാം അങ്ങോട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. തീരെ കട്ടയൊന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള, അതായത് ബട്ടർ പേപ്പർ, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ള ആ കേക്ക് ടിന്നിലേക്ക് നമുക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിവിടെ ഒരു പഴയ പാന് വെച്ചിട്ടുണ്ട്. അതൊരു 10 മിനിറ്റോളം ഹൈ ഹീറ്റിൽ നമ്മൾ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലായിട്ടാണ് നമ്മുടെ കേക്ക് ടിന് ഞാൻ വെക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഒരു മൂടി വെച്ചിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 20 മിനിറ്റിന് മുമ്പായിട്ട് തുറന്നു നോക്കേണ്ട ആവശ്യമില്ല. 20 മിനിറ്റിന് ശേഷം മാത്രം അത് കുക്കായോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എനിക്കിവിടെ ഒരു 35 മിനിറ്റ് എടുത്തിട്ടുണ്ട് കേക്ക് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സ്ക്യൂവറോ കത്തി വെച്ച് ഒന്ന് കുത്തി കൊടുക്കുക. നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടെന്നാണ്. ഇനി നമുക്ക് കേക്ക് തണുക്കാൻ വേണ്ടി വെക്കുക. കേക്ക് തണുത്തതിന് ശേഷം നമ്മുടെ ഈ കേക്ക് ടിന്നിൽ നിന്ന് നമുക്ക് പുറത്തെടുക്കാം. ഇനി നമുക്ക് ബട്ടർ പേപ്പറൊക്കെ ഊരി മാറ്റാം. അപ്പോൾ നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേക്കൊന്നും തീരെ പിടിച്ചിട്ടില്ല. നമ്മുടെ ബട്ടർ പേപ്പറിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. ബട്ടർ പേപ്പർ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ബട്ടർ പേപ്പറാണെന്ന് തോന്നിയേയില്ല. അതേപോലെ തന്നെ അടി വെച്ചിട്ടുള്ള ബട്ടർ പേപ്പർ നമുക്ക് റിമൂവ് ചെയ്യാം. ഇതിപ്പോൾ അടിഭാഗം കരിഞ്ഞിട്ടില്ല കേട്ടോ, വീഡിയോയിൽ കുറച്ച് ഡാർക്ക് കളറായിട്ട് തോന്നുന്നതാണ്. അങ്ങനെ നമ്മുടെ ഈ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മളുടെ സോഫ്റ്റ് ആയിട്ടുള്ള വീറ്റ് പൗണ്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കണ്ടേ. ഇപ്പോൾ നമ്മുടെ കേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും കിട്ടും. താങ്ക്